തോട്ടത്തിൽ ദുഃഖിക്കുന്ന, കണ്ണുനീർ വാർക്കുന്ന, ഹൃദയം പൊട്ടി മനുഷ്യ അവസ്ഥയെപ്പറ്റി സങ്കടം അനുഭവിക്കുന്ന ക്രിസ്തു. എവർക്കും സ്വാഗതം. ഞായറാഴ്ച പതിവ് പോലെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന്, ആത്മീയ അന്വേഷണത്തിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിസ്മരണീയമായ ഒരു സംഭവം. അതിനെപ്പറ്റി കൂടുതലായി ക്രിസ്തീയ സമൂഹങ്ങളുടെയും സഭകളുടെയും മധ്യത്തിൽ ശ്രദ്ധ ചെലുത്തിയതായി എനിക്ക് തോന്നിയിട്ടില്ല. തീരെ അവഗണിച്ചിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിൽ ശ്രദ്ധ ചെലുത്തി അത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും അതൊരു മാനദണ്ഡമായി ഉപയോഗിച്ച് നമ്മെ തന്നെ അളക്കുവാനും വേണ്ടതുപോലെ നാം കൂട്ടാക്കിയിട്ടില്ല എന്ന പക്ഷമാണ് എനിക്കുള്ളത്. അത് അങ്ങനെ തന്നെ ആണോ എന്ന് സ്വയം അന്വേഷിച്ച് വിലയിരുത്തി തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്ന ആത്മീയമായ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇവിടെ നാം യേശുവിനെ ഒരു തോട്ടത്തിൽ കാണുകയാണ്. ഗെത്സമന എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് താൻ പ്രവേശിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, അതായത് തന്നെ പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്ന് പരിപൂർണ വ്യക്തതയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലാതെ ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രാപിക്കാനല്ല, ദൈവത്തിൽ നിന്ന് വ്യക്തത പ്രാപിക്കുന്നതിന് വേണ്ടി യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആ തോട്ടത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം, ഗെത്സമന തോട്ടത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ താൻ പിടിക്കപ്പെടുമെന്നും യഹൂദ മത അധികാരികളുടെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നും വ്യക്തമായി മുന്നമേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ഗെത്സമന തോട്ടത്തിലേക്ക് പോയത് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അവിടെ യേശു പ്രാർത്ഥിക്കവേ അവൻ്റെ ഹൃദയം പൊട്ടി രക്തം വിയർപ്പായി ഒലിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ യേശു കവിണ് വീണ് പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുന്ന, മനുഷ്യബുദ്ധിയെ കവിയുന്ന ഉദാത്തമായ ഒരു മാതൃക നാം അവിടെ കാണുകയാണ്. ഇവിടെ നമ്മുടെ ഏക അന്വേഷണം ഒരു കാര്യം മാത്രമാണ്. യേശുവിൻ്റെ ചങ്ക് തകർത്ത ആ ഒരു യാഥാർത്ഥ്യം എന്താണ്? അത് മാത്രമാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഇതിനാമുഖമായി ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ വലിയ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. വിശ്വാസികളുടെ പൊതുവായ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ അവർ സംഭരിച്ചിരിക്കുന്ന സങ്കല്പങ്ങളിൽ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അതിരില്ലാത്ത അനുഗ്രഹം, ഇവയിലൊക്കെ നമുക്ക് പങ്ക് വേണമെന്ന് നാം ആഗ്രഹിക്കുന്നു, നമുക്ക് പങ്കുണ്ട് എന്ന് നാം ധരിക്കുന്നു, അല്ലെങ്കിൽ അവകാശപ്പെടുന്നു. എന്നാൽ നാം ഒരുപക്ഷെ 100% മാറ്റി വച്ചിരിക്കുന്ന, ഒഴിവാക്കിക്കളയുന്ന വേറൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ദുഃഖത്തിൽ, യാതനയിൽ, അരിഷ്ടതയിൽ, സങ്കടത്തിൽ, കഷ്ടപ്പാടിൽ നമുക്ക് പങ്കുണ്ടായിരിക്കണം. ദൈവ
വ്യക്തിത്വത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണ ഒന്ന് വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നതാണ് ഗെത്സമനത്തോട്ടം നമ്മെ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുള്ളത്. തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി യേശു പോയി. പക്ഷേ ആ പ്രാർത്ഥനയിൽ കൂടെ അവന് വെളിപ്പെട്ടു വന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് അവൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞത്. അല്ലാതെ തനിക്ക് വരാൻ പോകുന്ന കഷ്ടപ്പാടുകളെ ഓർത്തിട്ടല്ല യേശു അവിടെ രക്തം വിയർപ്പായി ഒഴുകുന്ന അവസ്ഥയിലായി തീർന്നത്. അത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് തന്നെ യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു. മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടി തന്നെ മറുവിലയായി കൊടുക്കാനാണ് എന്ന് അറിഞ്ഞിരുന്നു. അവനെ കാത്തിരിക്കുന്ന കഷ്ടപ്പാടുകൾ, യാതനകൾ, പീഡനങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമായി മുന്നമേ അറിയാമായിരുന്നു. അത് പൂർണ്ണ മനസ്സോടെ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഗെത്സമനത്തോട്ടത്തിലായിരുന്നപ്പോൾ മാത്രമാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ കഷ്ടപ്പാടിൻ്റെയും അനീതിയുടെയും മൂർച്ച മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് യേശു ഹൃദയം നൊന്ത് ഇപ്രകാരം ഈ അനുഭവത്തിലായിത്തീർന്നത് എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആശയമാണ്, ഒരു സങ്കല്പമാണ്. അതിന് ആത്മീയമായ എന്തെങ്കിലും ഒരു യുക്തിയോ സാധൂകരണമോ അർത്ഥമോ ഇല്ല എന്നതാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് യേശു ഈ അവസ്ഥയിൽ ആയിത്തീർന്നത്? അതിൻ്റെ ഒരു ഭാഗം ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കെടുക്കുവാൻ ഒരു കടമയുണ്ട് എന്നതിൻ്റെ അവിസ്മരണീയമായ അടയാളപ്പെടുത്തലാണ് ഈ ഗെത്സമന അനുഭവം എന്നത് നാം ഏവരും മറന്നു പോകാൻ സാധ്യമല്ലാത്ത, മറന്നു പോകാതെ ഇരിക്കേണ്ട, അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥയും ലോകത്തിൻ്റെ അധപ്പതനത്തെയും ഓർത്ത് നിരന്തരം ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ബഹുഭൂരിപക്ഷം ആളുകൾക്കും, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യം. നാം ദൈവത്തെ പറ്റി വച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ നമുക്ക് താല്പര്യമുള്ളതും ലാഭം വരുത്തുന്നതും മാത്രമാണ്. നമുക്ക് അല്പം ചിന്താഭാരം ഉണ്ടാക്കുന്നതോ നമ്മുടെ ചുമതലകൾ വർദ്ധിപ്പിക്കുന്നതോ ആയ ഒരുവിധ ദൈവസങ്കല്പങ്ങളും നിലനിർത്തുവാൻ നമുക്ക് താല്പര്യമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട നമ്മുടേതായ പരിമിതിയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. അസന്നിഗ്ധമായി നമുക്ക് വിശ്വസിക്കുവാനും സാക്ഷീകരിക്കുവാനും കഴിയുന്നൊരു സത്യമുണ്ട്. അതെന്താണ്? ഈ ലോകത്തിൻ്റെ അവസ്ഥയെപ്പറ്റി, ഈ ലോകത്തിൽ മനുഷ്യജാതിയുടെ അവസ്ഥയെപ്പറ്റി, മനുഷ്യ ബുദ്ധിയെ കവിയുന്ന വിധത്തിൽ യാതനയും ദുഃഖവും അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം എന്നതാണ്. ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ ഇതാ ഒരു തോട്ടം സാക്ഷീകരിക്കുന്നു എന്നത് കാവ്യാത്മകമായി പോലും അതിശ്രദ്ധേയവും വേണ്ട മനോഹരവുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയും എന്തുകൊണ്ടാണ്, എന്തിനെപ്പറ്റിയാണ് ദൈവം ക്രിസ്തുവിൽ കൂടെ തൻ്റെ ഈ സങ്കടത്തെ വെളിപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സങ്കടം എന്താണ്? അത് ഒന്ന് തിരിച്ചറിയുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ സങ്കടത്തെ തിരിച്ചറിയണമെങ്കിൽ യേശു ആരായിരുന്നു എന്നതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും അനിതര സാധാരണമായ ആ മഹിമയും എന്തായിരുന്നു, അതിൻ്റെ സീക്രറ്റ്, അതിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് നല്ല വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ യേശു എന്തുകൊണ്ട് ഇപ്രകാരം ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഹൃദയം പൊട്ടി ദുഃഖിക്കേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും ദുഃഖം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയോട് അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം അദ്ദേഹത്തിൽ നിന്നായിരുന്നു നമുക്കറിയാം.
അദ്ദേഹം സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സുവിശേഷ വേല കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തൻ്റെ വീട് തീ പിടിച്ച് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അത് കണ്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ വീട് ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു തലവേദന കൂടെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, 1 burden ലെസ് ഫോർ മീ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രം. നമ്മളാരും അങ്ങനെ പറയാറില്ല. അതേസമയം തന്നെ ആത്മീകമായി അധപ്പതിച്ചൊരു വ്യക്തിയുടെ ജീവിതം കാണുമ്പോൾ ജോൺ വെസ്ലിയുടെ ഹൃദയം പൊടിയുമായിരുന്നു. നമുക്കങ്ങനെ വേദനയുമില്ല. ഈ സമയത്ത് കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ഒരു നോവലാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, അന്ന കരീനിന എന്ന് പറയുന്ന നോവൽ. അത് ആരംഭിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങളും അവർ സന്തോഷം അനുഭവിക്കുന്നത് ഒരേ വിധത്തിലാണ്. എന്നാൽ ലോകത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങൾ അവർ ദുഃഖം അനുഭവിക്കുന്നത് അവരുടെ പ്രത്യേകമായ വിധത്തിലാണ്. എവറി ഫാമിലി ദാറ്റ് സോറോസ് suffers in its own unique manner. All happy families experience their happiness in a similar manner, but all sorrowful families experience their sorrows in their own unique ways. അത് നാം പ്രത്യേകം ഇവിടെ പ്രസക്തമായ ഒരു ആശയമായി മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ ദുഃഖം എന്താണ്, യേശു അനുഭവിച്ച അസഹനീയമായ വേദന എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കണം. 4 സുവിശേഷങ്ങൾ നമ്മെ അസന്നിഗ്ധമായി അറിയിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ആധികാരികമായ പ്രത്യേകത അത് പൂർണ്ണതയെ കേന്ദ്രീകരിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്നതാണ്. അതെന്തുകൊണ്ടാണ്? മനുഷ്യരാശിയുടെ സർവ്വലൗകികമായ യാതനയുടെയും കഷ്ടപ്പാടിൻ്റെയും പലവിധമായ അപൂർണതകളുടെയും അപാകതകളുടെയും പ്രധാനപ്പെട്ട കാരണം നാം അപൂർണമാണ് എന്നുള്ളതാണ്. നിങ്ങളൊരു വട്ടം വരച്ചാൽ, സർക്കിൾ വരച്ചാൽ, അതിൻ്റെ 99% വരച്ചു, ആ 1% വരച്ചില്ല, ഗ്യാപ്പാണെങ്കിൽ അത് വട്ടമാകുകയില്ല. 99% ഉണ്ട്, പക്ഷേ അത് വട്ടമാണെങ്കിൽ 0ആണ്, അതിനകത്ത് ഒരു വരയുമില്ല. അതാണ് എൻ്റെ അർത്ഥം. ഇപ്പം മനുഷ്യരാശിയുടെ എല്ലാവിധമായ കഷ്ടപ്പാടിൻ്റെയും നരകയാതനയുടെയും പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ മനഃപൂർവ്വം അപൂർണതയെ അന്വേഷിക്കുകയും ആഹ്ലാദിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു, ആശ്ലേഷിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഏദൻ തോട്ടം അതാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. ദൈവം മനുഷ്യനെ ഒരു തോട്ടത്തിലാക്കി വെച്ചു. ഇത് കാവ്യാത്മകമാണ്, ആക്ഷരികമാകണമെന്നില്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സത്യമാണ്. മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചു. അതിൻ്റെ നാനാവിധമായ സാധ്യതകളെ, അതിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലത്തെ നിർലോഭം ആസ്വദിപ്പാനുള്ള അവകാശം നൽകി. പക്ഷേ ഒരു ചെറിയ പഴം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? പൂർണ്ണമായും ആ തോട്ടം ദൈവത്തിൻ്റെ അധികാരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നൊരു പ്രതിഭാസമാണ് എന്ന് മനുഷ്യൻ മറന്നു പോകാതിരിക്കേണ്ടതിനാണ് അപ്രകാരം ഒരു മരം അവിടെ നട്ടത്. അത് ദൈവത്തിൻ്റെ അധികാരമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന ഈ തോട്ടം ദൈവത്തിൻ്റേതാണ്. ഇതിൽ കാക്കുവാനും ഇതിൽ അധ്വാനിക്കുവാനും മനുഷ്യനെ ആക്കുവെക്കുന്നത് ദൈവമാണ് എന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വൃക്ഷം. പക്ഷേ തോട്ടം മുഴുവനും ഉപേക്ഷിച്ച് ആ ചെറിയ പഴത്തിൽ കയറി മനുഷ്യൻ പിടിച്ചു. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇപ്പം നമ്മളൊരു ബന്ധത്തിലേർപ്പെടും, അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാകുന്നു. നമ്മൾ ആരും തന്നെ അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കാറില്ല. നമുക്ക് സൗകര്യമുള്ളത്, നമുക്ക് താല്പര്യമുള്ളത്, നമുക്ക് ലാഭം വരുന്ന ഏതെങ്കിലും ഒരു ചെറിയ മുറിയിൽ മാത്രം പിടിക്കും. അപ്പം നമ്മളൊരു സംസാരം, ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ഒന്ന് ചർച്ച നടത്തുന്നു എന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് 2 വ്യത്യസ്തമായ ആശയങ്ങളുള്ള, കാഴ്ചപ്പാടുള്ള 2 വ്യക്തികളിരുന്ന് ഒരു സംവാദം നടത്തുന്നു.
അതിൽ ഇരുകൂട്ടരും ആ ആശയത്തിൻ്റെയോ ആ അവസ്ഥയുടെയോ സംഭവത്തിൻ്റെയോ പൂർണ്ണത ഒരിക്കലും അന്വേഷിക്കുകയില്ല. അവർക്ക് താല്പര്യമുള്ളത് അവരുടേതെന്ന് അവർ സങ്കല്പിക്കുന്ന ചില അംശങ്ങൾ മാത്രം സ്വീകരിക്കും. ഈ അംശീകരണമാണ് മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വലിയ കൊലപാതകം. നാം എല്ലാറ്റിനെയും കൊലപാതകം ചെയ്യുന്ന വ്യക്തികളാണ്. ആക്ഷരികമായിട്ടല്ല, താത്വികമായി, പ്രതീകാത്മകമായി നാം കൊലപാതകികളാണ്. എന്താണ്? പൂർണ്ണതയെ കൊന്നിട്ട് അതിൻ്റെ അംശത്തെ, ഇപ്പോൾ നാം ഒരു നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇപ്പം ബീഫ് കഴിക്കാനൊക്കത്തില്ല, ബഫലോ മീറ്റ് കഴിക്കാം, അല്ലെങ്കിൽ മട്ടൺ കഴിക്കാം, അല്ലെങ്കിൽ കോഴിയിറച്ചി കഴിക്കാം. ഇപ്പോൾ കോഴിയിറച്ചി കഴിക്കുമ്പോൾ നിങ്ങൾ കോഴിയുടെ ഒരു അംശമാണ് കഴിക്കുന്നത്, നിങ്ങൾ കോഴിയല്ല കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അംശീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാനൊക്കത്തുള്ളൂ. ലോകത്തിൽ എന്തിനെ എങ്കിലും നമ്മുടേതാക്കണമെങ്കിൽ അതിനെ അംശീകരിക്കണം, അതിനെ കീറി മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കണം. ഒന്നിനെയും അതിൻ്റെ പൂർണ്ണതയിൽ അംഗീകരിക്കുവാനോ സ്വാംശീകരിക്കുവാനോ മനുഷ്യർക്ക് കഴിവില്ല. അത് മനുഷ്യൻ്റെ പരിമിതിയാണ്. അത് മനുഷ്യൻ്റെ സ്വയം എന്ന ആ സങ്കല്പത്തിൻ്റെ സ്വത്വത്തിൻ്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ നിങ്ങൾ സ്വയം ത്യജിക്കണം. ഈ സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദയവായി വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാറ്റിനെയും കീറി മുറിച്ച് അംശീകരിച്ച് ഒരു കഷണം മാത്രം എൻ്റേതാണ്, എൻ്റെ ഉള്ളിലാണ്, ഞാൻ സ്വീകരിക്കും എന്നും നിർബന്ധിക്കുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു പരിമിതി, നാം നമ്മുടെ വലിയ കഴിവെന്നും അഭിമാനമെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വലിയ പരിമിതി, അത് അതിജീവിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് യേശുവോട് പറഞ്ഞത്. എന്തുകൊണ്ട്? യേശു എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുവാനും വെളിപ്പെടുത്തുവാനുമായി വന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ സത്യമാണ്. സത്യമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും പൂർണ്ണ അവസ്ഥയിൽ മാത്രം വെളിപ്പെട്ട് വരുന്ന അതിനെ പറ്റിയുള്ള അറിവാണ് സത്യം. സത്യമെന്നാൽ എന്താണ്? എല്ലാറ്റിനെ പറ്റിയും അതിൻ്റെ പൂർണ്ണതയിൽ നാം എന്ത് ഗ്രഹിക്കുന്നു അത് മാത്രമാണ് സത്യം. മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് സത്യത്തെ മനസ്സിലാക്കുവാനോ അംഗീകരിക്കാൻ കഴിയാത്തത്? മനുഷ്യൻ്റെ പരിമിതി. എന്താണ് നമ്മുടെ പരിമിതി? എല്ലാറ്റിനെയും കീറിമുറിച്ച് നമ്മുടെ ഇഷ്ടത്തിനും രുചിക്കും താല്പര്യത്തിനും അനുസരിച്ച് മാത്രം ചില കൊച്ചു കഷ്ണങ്ങളെ മാത്രം സ്വീകരിക്കുന്നതാണ്. അതുമാത്രമാണ് ഇതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്ന നമ്മുടെ ഈ മർക്കട മുഷ്ടി, അല്ലെങ്കിൽ നമ്മുടെ മണ്ടത്തരം, അല്ലെങ്കിൽ നമ്മുടെ മൊണ്ണത്തരം. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം. ഈ ശാപത്തിൽ നിന്ന്, ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാനാണ് താൻ വന്നത് എന്ന് യേശു വ്യക്തമായി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നവനാണ്. ആരാണ് ബദ്ധിതർ? ഏത് അവസ്ഥയിൽ കൊണ്ട് നിർത്തിയാലും, എവിടെ ആയിരുന്നാലും, ആരോടൊക്കെ ബന്ധം പുലർത്തിയാലും, ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നാലും അതിൻ്റെ ഒരു ചെറിയ കോണ് മാത്രം ഞാൻ പിടിക്കും. ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന് പറയുന്ന ആ മുയലിനെ ആകമാനം പരിഗണിക്കാൻ ഒട്ടും മനസ്സില്ലാത്തവർക്ക് മാത്രമേ മുയലിന് കൊമ്പുണ്ട് എന്ന് പറയാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അംശീകരിക്കുന്നവർ എപ്പോഴും അസത്യത്തെ മാത്രം പ്രസ്താവിച്ചുകൊണ്ടിരിക്കും, ആശ്രയിച്ചുകൊണ്ടിരിക്കും, അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും യേശുവിനോട് ഒരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുവാൻ സാധ്യമല്ല. കാരണം അവൻ എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുന്നവനും വെളിപ്പെടുത്തുന്നവനുമാണ് എന്നതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. അത് ഏതാണ്ട് മനസ്സിലാക്കിയിട്ടാണ് പൗലോസപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, അവൻ ദൈവികത്വം എന്നതിൻ്റെ പൂർണ്ണത, ദി ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ഡ്വെൽറ്റ് റിച്ച്ലി ഇൻ ഹിം എന്നാണ് പറയുന്നത്. ദൈവികത്വത്തിൻ്റെ പൂർണ്ണത അതതിൻ്റെ അതീവ സമ്പത്തിൽ അവനിൽ പ്രകടമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമ്പൂർണമായ ജീവൻ, സമൃദ്ധം എന്ന് പറഞ്ഞാൽ അളവ് കൂടിയെന്നല്ല, പൂർണ്ണതയിലെന്നാണ് എൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ് എന്നാണ്. ഫുൾനെസ്,
ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ താഴോട്ട് പോകുമ്പോൾ അവൻ്റെ അവസ്ഥ പരിതാപകരമായി തീരുന്നു. പിന്നെ അവൻ കാണിക്കുന്ന കോപ്രായത്തിന് കൈയും കണക്കും ഉണ്ടാകുകയില്ല. അവൻ നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചാലും പരിണിത ഫലം വലിയ നാണക്കേടാകും. ഇതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ബാബേൽ ഗോപുരം പണിയുന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അതിൽ അവതരിപ്പിച്ച ആശയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ വെളിപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ആത്മീയ സത്യമുണ്ട്. എന്താണ്? മനുഷ്യൻ്റെ സാർവലൗകികമായ അരിഷ്ടതയുടെയും കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഏക കാരണം, ദ സിംഗിൾ സോഴ്സ് ഓഫ് ഓൾ ഹ്യൂമൻ ട്രാജഡി, അതെന്താണ്? ഒന്നിനോടും അതിൻ്റെ പൂർണ്ണതയിൽ ബന്ധം പുലർത്താൻ നമുക്ക് സാധ്യമല്ല. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി ഞാൻ 4 വീഡിയോകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരാശയം, ഒരു വ്യക്തിയും താൻ ആരോട് ബന്ധത്തിൽ ഏർപ്പെടുന്നു ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത അറിഞ്ഞോ മാനിച്ചോ അല്ല ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് എല്ലാ ബന്ധങ്ങളിലും എപ്പോഴും വിമ്മിഷ്ടവും പരാതിയും ശ്വാസം മുട്ടലും ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരു ശരീരമാകുക എന്ന് പറഞ്ഞ അർത്ഥം പരസ്പരം ഓരോ വ്യക്തിയും മറ്റേ വ്യക്തിയുടെ പൂർണ്ണതയിൽ ആ വ്യക്തിയെ സ്വീകരിച്ച് അങ്ങനെ പരസ്പരമായ പൂർണ്ണത ഇതാ പുതിയൊരു പൂർണ്ണതയെ പ്രസവിക്കുന്നു. ആ അവസ്ഥയിൽ മാത്രമേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആത്മീയമായ സാധ്യതയും സന്തോഷവും ആഹ്ലാദവും സുസ്ഥിരതയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് എന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? അതിൻ്റെ പൂർണ്ണത. ഇപ്പോൾ ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രം പറഞ്ഞ് നടക്കുന്നവർ പറയുന്ന യേശുവിനെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, കാരണം അവനാണായിരുന്നു, പെണ്ണായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അതെങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശുവിൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ വയ്യാത്ത വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധ്യമാകുള്ളൂ. യേശുവിൻ്റെ വ്യക്തിത്വം ആണെന്നോ പെണ്ണെന്നോ എന്ന സങ്കല്പത്തിന് അതീതമാണ്. കാരണം എന്താണ്? അത് പൂർണ്ണമാണ്. ആണെന്ന് പറഞ്ഞാലും പെണ്ണെന്ന് പറഞ്ഞാലും അപൂർണമാണ്. അതുകൊണ്ടാണ് ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നില്ല. കാരണം ഏകൻ ആയിരിക്കുന്നവൻ അപൂർണനാണ്. അപൂർണതയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിനും സമാധാനമോ നിർവൃതിയോ ഈ സ്ഥിരതയോ ഈ ലോകത്തിലുണ്ടാകുകയില്ല. ഇതാണ് ഇന്നത്തെ അടിസ്ഥാന പ്രമാണം. അപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്ന മനുഷ്യജാതിയോട് എങ്ങനെയാണ് ദൈവഹിതം വെളിപ്പെടുത്തുന്നത് എന്നതാണ് യേശു അഭിമുഖീകരിച്ച ഏറ്റവും സങ്കീർണമായ പ്രശ്നം. കാരണം എന്താണ്? ദൈവം പൂർണ്ണതയുടെ ഒരു പ്രതിഭാസമാണ്, എല്ലാറ്റിൻ്റെയും പൂർണ്ണത. ഈ പൂർണ്ണത അപൂർണതയുടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലോട്ട് എങ്ങനെയാണ് കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നാം ഏത് തോതിൽ വരെ വളർന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ 1ാം ക്ലാസ്സിൽ ആയിരുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാകുന്ന പല കാര്യങ്ങളും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. ചിലർക്കൊക്കെ മനസ്സിലായെന്നിരിക്കും, പക്ഷേ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല എന്നിരിക്കും. കാരണം എന്താണ്? അവരുടെ വളർച്ച. മനുഷ്യൻ്റെ വളർച്ച എപ്പോഴും പൂർണ്ണതയിലേക്കായിരിക്കണം. ഇത് ഞാൻ അനേക തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള ആശയങ്ങൾ അവഗണിച്ച് കിടക്കുന്നത് കൊണ്ട് പലതവണ പരാമർശിച്ചിട്ടും അത് പലരുടെയും മനസ്സിലത് ഇടം പിടിക്കുന്നില്ല എന്നതിനെ തന്നെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. പൂർണ്ണത, മനുഷ്യൻ്റെ വളർച്ച എപ്പോഴും പൂർണ്ണതയിലായിരിക്കണം. പക്ഷേ ആ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ വളരണമെങ്കിൽ അവൻ്റെ ശരീരവും മനസ്സും ആത്മാവും തുല്യമായി വികസിക്കണം. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണമെന്ന് യേശു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ ആത്മാവ് വളരുകയുള്ളൂ. ശരീരം വളരാൻ്റെ ആവശ്യമില്ല. മനസ്സ് വളരാനും മറ്റു ഉപാധികൾ ഉണ്ടായിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ആത്മാവ് വളരണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം ആവശ്യമാണ്. അത് പരമമായൊരു സത്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പരിപൂർണമായ വളർച്ച മാത്രമാണ് മനുഷ്യൻ്റെ പ്രത്യാശയുടെ നിദാനം. ആ വഴിയാണ് യേശു എന്നത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള മനുഷ്യൻ്റെ വളർച്ചയുടെ വഴിയുടെ പേരാണ് യേശു എന്നുള്ളത്. അങ്ങനെയാണ് സുവിശേഷം വെളിപ്പെടുത്തുന്നത്.
അങ്ങനെ മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. ഇതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഇനി നമുക്ക് മുൻപോട്ട് പോയി യേശു എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദുഃഖിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് പെട്ടെന്ന് ക്രൂശിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് തിരിക്കാം. ക്രൂശിൽ വെച്ച് യേശു 7 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിലൊന്നാണ് എല്ലാം നിവൃത്തിയായി, എല്ലാം പൂർത്തിയായി. പക്ഷേ ഒരു പ്രശ്നം എവിടെയുണ്ട്. എല്ലാം നിവൃത്തിയായി എന്ന് യേശു പറയുമ്പോൾ എല്ലാം നിവൃത്തിയായിട്ടില്ല. കാരണം എന്താണ്? എല്ലാം നിവൃത്തിയായിരുന്നുവെങ്കിൽ ഗെത്സമന തോട്ടത്തിൽ യേശു എപ്രകാരം ഹൃദയം പൊട്ടി രക്തം വാർന്ന് വിയർപ്പായി പോകേണ്ട കാര്യമുണ്ടാകുകയില്ല. യേശു എന്തുകൊണ്ടാണ് അവസ്ഥയിലായെന്ന് ചോദിച്ചാൽ, താൻ ഏത് ദൗത്യവും പേറിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു, ഏത് ദൗത്യ നിർവഹണത്തിന് വേണ്ടി തൻ്റെ ജീവനെ 100% പ്രതിജ്ഞ ചെയ്ത് സമർപ്പിച്ചു, അതിൻ്റെ പൂർണ്ണതോതിൽ മനുഷ്യൻ്റെ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഈ ഒരു തുരത്തിലേക്ക് ഒന്ന് കോരി നിറയ്ക്കുവാൻ തനിക്ക് വേണ്ടതുപോലെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു അവസ്ഥയാണ് യേശു ഈ ഗെത്സമന തോട്ടത്തിൽ അനുഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മെപ്പോലൊരു വ്യക്തിക്ക് ആ വേദന മനസ്സിലാകുകയില്ല. കാരണം നമ്മുടെ വ്യക്തിത്വം ഈ പൂർണ്ണത എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതല്ല. നാം എല്ലാവരും അംശമായതിനെ അന്വേഷിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അംശമായതിനെ അന്വേഷിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകും. മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴും ഈ അംശത്തിൽ മാത്രം അള്ളിപ്പിടിച്ച് കിടക്കുന്നു എന്നതാണ്. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ്റെ അല്പത്തരത്തിന് അറുതി വരികയില്ല. നമ്മുടെ സഭകളിലൊക്കെ നാം കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും വേര് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വേരോട്ടം ഇവിടെയാണ്. എന്താണ്? അംശമായതിനെ മാത്രം അറിയുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബ തർക്കം അത് അംശമായതിനെ മാത്രം അന്വേഷിക്കുന്നു. സഹോദരി സഭയുടെ പറമ്പും പള്ളിയും പിടിച്ചെടുത്താൽ ഞങ്ങൾ മിടുക്കരാകും എന്ന് പറയുന്ന ഏറ്റവും അല്പത്തരത്തിൻ്റെ കാഴ്ചപ്പാട്, അത് അതിവിശുദ്ധമാണെന്നൊക്കെ പറയണമെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം അംശമാണ്, എത്രമാത്രം തുച്ഛമാണ്, ബാലിശമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ അതിൻ്റെ പൂർണ്ണമായൊരു ദർശനം ഉൾക്കൊള്ളുവാൻ ആ സഭയ്ക്ക് കഴിയുമായിരുന്നെങ്കിൽ തങ്ങളെടുത്ത ഈ ഒരു നിലപാട്, അയ്യോ നാണക്കേട്, അയ്യേ എന്ന് പറഞ്ഞേനെ, അയ്യേ എന്ന് പറഞ്ഞേനെ. പക്ഷെ പറയാത്തത് എന്താണ്? സഹോദരി സഭയെ വഴിയിൽ അടിച്ചിറക്കുന്നതാണ് ഞങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത് എന്താണ്? അംശമായി മാത്രം അറിയുന്നു. അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങൾ അത് തെരുവീതിയിൽ വന്ന് തമ്മിലടിക്കുകയും ശവം വെച്ച് വിരുവേശുകയും ചെയ്യണമെങ്കിൽ എത്രയോ അല്പത്തരത്തിൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക്, ഹ്യൂമൻ നേച്ചർ, എങ്ങനെയാണ് ഈ ദൈവികമായ സകല ബുദ്ധിയെയും കവിയുന്ന ആത്മീകമായ അറിവും ദർശനവും കോരി നിറയ്ക്കാൻ സാധിക്കുന്നത്? ഈ പ്രശ്നത്തിൻ്റെ ഗാംഭീര്യം, അതിലടങ്ങിയിരിക്കുന്ന വെല്ലുവിളി എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ താൻ വേണ്ടതുപോലെ വിജയിച്ചില്ല എന്ന് യേശു അപ്പോൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അയ്യോ ഞാൻ ഏറ്റെടുത്ത ദൗത്യം വേണ്ടതുപോലെ പൂർത്തിയാക്കിയിട്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരേ ഒരു ചിന്തയാണ് യേശുവിനെ അലട്ടിയത്. ആ ചിന്ത യേശുവിൻ്റെ മനസ്സിൽ, അവൻ്റെ വ്യക്തിത്വത്തിൽ ഉളവാക്കിയ വേദന എത്ര അഭൗമമാണ്, അവർണ്ണനീയമാണ്, നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യാത്തതാണ് എന്നതാണ് നാം തിരിച്ചറിയുന്നത്. ആ വേദന ഇന്നും തുടരുന്നു. ഇന്നും യേശുവിൻ്റെ പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന അല്പത്തരങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? എന്തുകൊണ്ടാണ് വർഷം തോറും നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുന്നു? ഏതർത്ഥത്തിലാണ് ക്രൂശിനെ ധ്യാനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗെത്സമന തോട്ടത്തിലെ വേദനയുടെ അർത്ഥമറിയാതെ ക്രൂശിനെ ധ്യാനിക്കാമെന്ന് പറയുന്ന ഈ ഒരു നിലപാടില്ലേ, അയ്യോ കഷ്ടം. അതുകൊണ്ട് നാം ക്രൂശിനെ ധ്യാനിക്കും, പക്ഷേ ക്രൂശ് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്പത്തരത്തെയും അപൂർണതയെയും അപാകതയും മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ലോക വ്യവസ്ഥിതിയുടെ മധ്യത്തിൽ
കാൺമീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആരാണ് ചെന്നായ? അല്പത്തരത്തിൻ്റെ പല്ലുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും കടിച്ചു കയറി എൻ്റെ വയറ്റിലാക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് ചെന്നായ. അവിടെ മധ്യത്തിൽ അതൊന്ന് തുലവും വേറിട്ട് ഒരു കുഞ്ഞാടിനെ പോലെ, അതായത് ഈ അല്പത്തരത്തിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമാണ്. എന്താണ് അല്പത്തരത്തിൻ്റെ ഘടകവിരുദ്ധം? എന്താണ്? പൂർണ്ണത. ഒരു കുഞ്ഞാട് ആ ആട്ടിടയനുമായുള്ള ബന്ധം, ചെന്നായ്ക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. ചെന്നായുടെ ബന്ധം പല്ലിൻ്റെ ബന്ധമാണ്. ആടിൻ്റെ ബന്ധം, ആടും ആട്ടിടയും തമ്മിലുള്ള ബന്ധം ഒരാത്മീയ ബന്ധമാണ്. അതിലേക്ക് വളരുവാൻ ലോകത്തിൽ ഇടയാകുന്ന വിധത്തിൽ വേണം നിങ്ങളെ ലോകത്തെ കാണുവാനും അതിനോട് ഇടപെടുവാനും എന്നാണ് യേശു പറയുന്നത്. കാണുമീൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലോകത്തിൽ നിന്ന് ഓടിപ്പോകണമെന്നോ ലോകത്തെ വെറുക്കണമെന്നോ യേശു പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഇടിവ്, വലിയ ദുരന്തം, അതിൽ നിന്ന് ലോകത്തിന് ആകമാനമായി വിടുതൽ ലഭിക്കത്തക്കവണ്ണം ലോകത്തെ അടക്കി ഭരിക്കുന്ന ഈ ദുരന്തത്തിൻ്റെ മർമ്മമില്ലേ, എല്ലാറ്റിനെയും അംശീകരിച്ച് എൻ്റെ വയറ്റിലാക്കണമെന്ന ഈ ഒരു അടങ്ങാത്ത വിശപ്പ്, അതിൽ നിന്ന് ലോകത്തിന് വിടുതൽ നൽകുവാനായി ഇതാ മുറിച്ച് നൽകപ്പെടേണ്ട നിത്യതയുടെ അപ്പമായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. സ്വർഗത്തിൻ്റെ അപ്പമാണ് ഞാൻ. ഈ അപ്പം തിന്നെങ്കിൽ മാത്രമേ എൻ്റെ വിശപ്പടങ്ങൂ. ഈ ജീവൻ്റെ ജലം കുടിച്ചാൽ മാത്രമേ എൻ്റെ ദാഹമടങ്ങൂ. എന്താണ് ഈ വിശപ്പും ദാഹവും? എന്താണ്? വയറിൻ്റെ വിശപ്പും ദാഹവുമാണോ? ആത്മാവിൻ്റെ വിശപ്പും ദാഹവും എന്താണ്? എന്താണ് ഈ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും? പൂർണ്ണതയിലേക്കായി തീരുവാൻ. നമുക്കറിയാം, നാം ആരോടെങ്കിലും ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും വലിയ ദാഹവും വിശപ്പും ഉണ്ട്. പക്ഷേ ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനുള്ള കഴിവ് നമ്മുടെ വ്യക്തിത്വത്തിനോ നാം ആരോട് ഏർപ്പെടുന്നു ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനോ ഇല്ല. കാരണം ആ വ്യക്തിയും ഞാനും തുല്യമായി ഈ അംശത്തിൽപ്പെട്ടിങ്ങനെ കിടക്കുകയാണ്. അംശീകരണത്തിൻ്റെ ദംഷ്ട്രങ്ങൾ ഇങ്ങനെ മിനുക്കി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഈ ഒരു വേദനയാണ് യേശു അനുഭവിച്ചത്. ആ വേദന ഉൾക്കൊള്ളുവാൻ, ആ വേദന ഉൾക്കൊള്ളുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കേണ്ട തിരുത്തലുകൾ സ്വീകരിപ്പാൻ നമുക്ക് കഴിയണം എന്നതാണ് ഗെത്സമന തോട്ടത്തിലെ യേശുവിൻ്റെ നരകയാതന നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസി ഏത് കള്ളൻ്റെയും കാല് പിടിച്ച് പ്രോസ്പെറിറ്റി ഗോസ്പൽ വിറ്റ് നടക്കുന്ന ഏത് കച്ചവടക്കാരൻ്റെയും വാല് പിടിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് യാതൊരു അർഹതയുമില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ തോതിൽ എനിക്ക് വിഴുങ്ങണം എന്ന് താല്പര്യപ്പെട്ടിരിക്കുന്ന അല്ലയോ അല്പത്തരത്തിൻ്റെ വിശ്വാസി, ഗെത്സമനത്തോട്ടത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ സങ്കടത്തിൽ, ദുഃഖത്തിൽ, യാതനയിൽ നമുക്ക് പങ്കുണ്ടാകണം. അതാണ് നാം ദൈവ പൈതലാണ് എന്നതിൻ്റെ തെളിവ്. അവനിൽ വിശ്വസിച്ചവനെ കൈക്കൊള്ളുന്നവർക്ക് ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ദൈവ മക്കളായി തീർന്നാൽ എന്താണ്? ദൈവത്തിൻ്റെ നാനാവിധമായ അവസ്ഥയിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാകണം. നമുക്ക് മാതാപിതാക്കന്മാരുണ്ട്. അവർ ദുഃഖിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുകയും നമ്മുടെ കണ്ണ് അവരുടെ സ്വത്തിൽ മാത്രമായിരിക്കുകയും ചെയ്താൽ നമ്മൾ ഏത് തരത്തിലുള്ള മക്കളാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷേ ദൈവമായുള്ള നമ്മുടെ ബന്ധം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ ദുഃഖത്തിൻ്റെ നേരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുകയും ദൈവത്തിൻ്റെ സ്വത്തിൽ മാത്രം കണ്ണുവെച്ച് കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയുന്നത് പോലെ കഴിയുന്ന ഈ ഒരു വിശ്വാസിയുടെ അവസ്ഥ അല്പം പന്തികേടുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി, കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.